ഒരു ബഹുമാനപ്പെട്ട മെമ്പറിന് 3 ചോദ്യത്തിൽ കൂടുതൽ ചോദിക്കാനുള്ള അവകാശമില്ല. ഒന്ന്. രണ്ടാമത്, ഇപ്പോഴത്തെ സമുദായ മെത്രാപ്പൊലീത്ത അഭിമന്യനായ കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനിയുടെ കൽപ്പന അനുസരിക്കാത്ത അച്ഛന്മാർക്ക് ഇവിടെ ഒപ്പിടാനായിട്ട് അനുവാദമില്ല. അച്ഛൻ എനിക്ക് കേൾക്കട്ടെ. പ്ലീസ്. ഹലോ, ഒരു മെമ്പറുടെ ഒരു അസോസിയേഷൻ മെമ്പറുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ആദ്യം ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഇതെന്തോ ഇത്? ഇവിടെ ഇപ്പൊ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വഴക്കുണ്ടാക്കാനുള്ള പരിപാടിയാണല്ലോ. ഇത് വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട ട്രസ്റ്റിയോടൊരു ചോദ്യം. ഒരു മെമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവായി കണക്കും ബഡ്ജറ്റും ഒരേ ദിവസം അവതരിപ്പിക്കണമെന്ന് നിയമമുണ്ടോ? ഭരണഘടനയിലുണ്ടോ? ഇല്ല. അങ്ങനെ കണക്കും ബഡ്ജറ്റും ഒരേ ദിവസം അവതരിപ്പിക്കുന്ന ഭരണഘടനയിലുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിങ്ങളുടെ നിയമമാണോ? ഇല്ല. കീഴ്വഴക്കങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ കീഴ്വഴക്കങ്ങളെ കാലാകാലങ്ങളിൽ മാറ്റിയെടുക്കാനുള്ള അധികാരം ഇവിടുത്തെ ഭരണസമിതിക്കുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നിർത്തരുത്. അതെ. അവിടെ ശാന്തമായിട്ടിരിക്കുക. പ്രസിഡന്റിന്റെ ഈ യോഗത്തിലെ പ്രസിഡന്റിന്റെ കാര്യം വായിക്കുകയാണ്. 112ന്റെ 115ന്റെ ബി 115ന്റെ ബി ആണ് ഇവിടെ വായിക്കുന്നത്. യോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിച്ച് നടത്തുന്നതിനുള്ള ചുമതല അധ്യക്ഷനാണ്. യോഗത്തിൽ സംബന്ധിക്കുന്നവർ അധ്യക്ഷൻ അഭിമുഖമായി എഴുന്നേറ്റ് നിന്ന് ബഹുമാന പുരസ്സരം സംസാരിക്കേണ്ടതും അധ്യക്ഷന്റെ അധിക തീരുമാനത്തിന് റൂളിങ്ങിന് വിധേയമായിരിക്കേണ്ടതുമാകുന്നു. യോഗത്തിൽ അധ്യക്ഷന്റെ തീരുമാനം അല്ലെ റൂളിംഗ് യോഗ നടപ്പിനെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനമായിരിക്കും. യോഗത്തിൽ അപമര്യാദയായി പെരുമാറുകയോ വിനയപൂർവ്വം യോഗ നടപടികൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന അംഗത്തിന്റെ മേൽ മെത്രാപ്പോലീത്തയുടെ ആലോചനയോടുകൂടി ശിക്ഷണ നടപടി എടുക്കുവാൻ പ്രസിഡന്റിന് അനുവാദമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പ്രസിഡന്റിന് തീരുമാനം എടുക്കുന്ന ഭരണഘടന പ്രകാരം ഭരണഘടന അനുസരിച്ച് കാനായ സമുദായത്തിലെ എല്ലാ വൈദികരും അസോസിയേഷൻ അംഗങ്ങളാണ്. കാനായ സമുദായത്തിലെ എല്ലാ വൈദികരും അസോസിയേഷൻ അംഗങ്ങളാണ്. അതെ അച്ഛാ, ഈ പറയുന്നത് ഗ്രാനായ സമുദായത്തിലെ എല്ലാ അംഗങ്ങളുമല്ല, അസോസിയേഷൻ അംഗങ്ങളാ. അല്ലാതെ വൈദികരുമുണ്ട്. പക്ഷെങ്കിൽ വൈദികർ ഗ്രാനായ സമുദായ മെത്രാപ്പ് ഏത് പള്ളിയിലെ വികാരിയാ അച്ഛൻ? ഏത് പള്ളിയിലെ വികാരിയാണ് അത് പറയണം. ഏത് പള്ളിയുടെ വികാരിയാണ് അത് പറയട്ടെ. അടുത്ത് വായിക്കാം. എന്താ വേണ്ട? ദയവായി അംഗങ്ങൾ അവരവരുടെ സീറ്റിലിരിക്കുക. നമുക്ക് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സീറ്റിലിരിക്കുക. ദയവായി അസോസിയേഷൻ അംഗങ്ങൾ സീറ്റിലിരിക്കുക. ബഹുമാനപ്പെട്ട മെമ്പർമാർ സീറ്റുകളിൽ ഇരിക്കുക. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് പറയുകയാണ്,
അഭിമന്യനായ കുറിയാക്കോസ് മാർ സേവേറിയോസ് തിരുമേനിയുടെ കൽപ്പന പാലിക്കാതെ ഈ അസോസിയേഷനിൽ ഇരിക്കരുത്. വളരെ വിനയമായിട്ട് പറയുകയാണ്, ഇരിക്കരുത്. നിങ്ങൾ അവിടെ നിൽക്കപ്പോ ഞാൻ പറഞ്ഞിട്ട് പറയും. നിങ്ങൾ അവിടെ നിൽക്കുക, അത് ഞാൻ തീരുമാനിക്കാം. അവിടെ നിൽക്കുക, വേണ്ട, അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞോളാം. എനിക്ക് പറയാൻ അറിയാം. ഇവിടെ ഇപ്പോഴേ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യത്തില്ല. ബഹുമാനപ്പെട്ട മെമ്പർമാർ അവിടെ ഇരിക്കുക. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യത്തുള്ളൂ. ഹലോ, എല്ലാരും എഴുന്നാട്ടെ. അസോസിയേഷൻ ഭംഗിയായി നടക്കും, പേടിക്കണ്ട. ബഹുമാനപ്പെട്ട മെമ്പർമാർ അവിടെ ഇരിക്കുക. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഇവിടെ ചർച്ച ചെയ്യുള്ളൂ. ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് കേട്ടാട്ടെ. നമ്മുടെ അസോസിയേഷൻ യോഗം ഭംഗിയായി നടക്കും. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. സമുദായ മെത്രാപ്പോലിത്തയുടെ കൽപ്പന അനുസരിക്കാത്ത ഈ 3 അച്ഛന്മാര് അസോസിയേഷൻ ഹാളിൽ നിന്ന് പുറത്തു പോകണം. സമുദായ മെത്രാപ്പോലിത്തയുടെ കൽപ്പന അനുസരിക്കാത്ത ഈ 3 അച്ഛന്മാരും പുറത്തു പോയേ പറ്റുള്ളൂ. പുറത്തു പോകണം. ഇവരേത് പള്ളിയിലാ കുർബാനയിലുന്നത്? സമുദായ മെത്രാപ്പോലിത്തയുടെ കൽപ്പന അനുസരിക്കാത്ത ഈ 3 അച്ഛന്മാരും ഈ ഹാളിൽ നിന്ന് പുറത്തു പോകണം. ശാന്തരാകുക. അടുത്ത ചോദ്യം വായിക്കുന്നു. ലീഗൽ എക്സ്പെൻസസ് ആർ പെർ ബഡ്ജറ്റ് 50 ലക്ഷം രൂപ മാത്രം. ആക്ച്വൽ എക്സ്പെൻസസ് 2024-25 ഏകദേശം 72,45,000 രൂപ. കേസുകളെല്ലാം തന്നെ നിലനിൽക്കുകയും പുതിയ കേസുകൾ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന തുക ഒരു തരത്തിലും ബഡ്ജറ്റുമായിട്ട് മാച്ച് ആകുന്നില്ലല്ലോ. ഹലോ, ചോദ്യം ലീഗൽ ഹലോ, ആൾക്കാർ അവിടെ ഇരിക്കേ. കേട്ടാട്ടെ. ഇത് മലങ്കര സുറിയാനി ക്നാനായ സമുദായത്തിന്റെ അഭിമന്യ മെത്രാപ്പോലിത്ത കുറിയാക്കോസ് മാർ സേവേറിയോസ് തിരുമേനിയോട് ഭക്ത്യാദരവുള്ളതായ ബഹുമാനപ്പെട്ട പട്ടക്കാരും അസോസിയേഷൻ മെമ്പേഴ്സുമാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്കല്ലാതെ ആർക്കും ഇവിടെ ഇരിക്കാനുള്ള അവകാശമില്ല. ബലമായി ഇരിക്കുകയാണെങ്കിൽ ഒരു വാക്കും സംസാരിക്കരുതെന്ന് വളരെ വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പോകുകയായിരിക്കുന്ന ഇത് അലങ്കോലപ്പെടുത്താൻ വന്നെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇത് അലങ്കോലപ്പെടുത്താൻ നോക്കണ്ട. ഇത് കാനായ സമുദായത്തിന്റെ അസോസിയേഷനാ. ഇത് അങ്ങനെയൊന്നും പോകത്തില്ല. നിങ്ങൾക്കറിയത്തില്ല. ഇത് നിങ്ങളുടെ വിചാരം ഇത് മാറിപ്പോകുന്ന കാനായ ശക്തൻ സിരകളിൽ കൂടി ഓടുന്നവരാ ഇരിക്കുന്നത്. മനസ്സിലായോ? ആരും അങ്ങനെ ചാടല്ല. അവരെ പേടിപ്പിക്കരുത്. ഇരുന്നോ. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇരുന്നോ. ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നാണമില്ല ഇരിക്കാൻ. അച്ഛനങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സമുദായ മെത്രാപ്പോലിത്തയുടെ കൽപ്പന അനുസരിക്കാത്ത ഈ 3 അച്ഛന്മാർ ഈ ഹോളിൽ ഇരിക്കാൻ പാടില്ല. സമുദായ മെത്രാപ്പോലിത്തയെ അംഗീകരിക്കാത്ത ഈ 3 അച്ഛന്മാർക്ക് ഇവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. അവരെ ഇറങ്ങി പോകുക തന്നെ വേണം. 100%. തന്ത്രക്ക് അനുസരിക്കാത്തവർ ഇവിടെ ഇരിക്കണ്ട. ഇറങ്ങി ഞാൻ ചോദിക്കുന്നത്, ഈ അച്ഛന്മാർ വന്നിട്ട് ഇന്ന് രജിസ്ട്രേഷനകത്ത് ഒപ്പിട്ടിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഹാളിൽ നിന്ന് ഇറങ്ങി പോകണം.
പോകണം. ഇതിനെന്തിനാണ് ഇവിടെ അസോസിയേഷൻ രജിസ്റ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? രജിസ്റ്റർ ഒപ്പിടാത്ത അംഗങ്ങള് ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല എന്നുള്ളത് ഇതിനകത്തുള്ളതാണോ? പിന്നെന്തിനാണ് രജിസ്റ്റർ വെച്ചിരിക്കുന്നത്? പിന്നെന്തിനാ രജിസ്റ്റർ വെച്ചിരിക്കുന്നത്? അതിന്റെ കാര്യം കൂടെ പറ. പിന്നെന്തിനാണ് രജിസ്റ്റർ വെച്ചിരിക്കുന്നത്? നോട്ടീസിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്, ഹാജർ പുസ്തകത്തിൽ ഒപ്പ് രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ അസോസിയേഷൻ ഹാളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ഇതില്ലാതെ ഈ വൈദികര് വന്നത് ഒട്ടും ശരിയല്ല. ഞങ്ങൾക്ക് വൈദികരോടൊന്നും പിണക്കമില്ല. പക്ഷേ ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ കൽപ്പന അനുസരിക്കാതെ ഇരുന്നാൽ എവിടെ ആ ഭിന്നതര ഒപ്പിടാൻ വരണമായിരുന്നു. സമയത്ത് വരണമായിരുന്നു. ആ സമയത്ത് വരണമായിരുന്നു. സമയത്ത് അല്ല, ഒപ്പിടാത്ത അല്ലല്ലോ വിഷയം. ഒപ്പിടുന്ന നിയമമാണ്. പക്ഷേ വൈദികര് കയറിയവര് സമുദായ മെത്രാപ്പോലീത്തായുടെ കൽപ്പന അനുസരിക്കുന്നവർക്ക് ഇവിടെ അസോസിയേഷൻപ്പെടും. വാപ്പൊന്നും വേണ്ട. ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ അംഗീകരിക്കാത്തവർക്ക് വകുപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു കാര്യവും നോക്കണ്ട. അറിയിപ്പോ അത് ശരിയാ. പൊന്നമ്പള കളം കഴിച്ച് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ അസോസിയേഷൻ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന സമുദായ മെത്രാപ്പോലീത്തായെ അംഗീകരിക്കാത്ത ഈ വൈദികർ എത്രയും വേഗം ഈ അസോസിയേഷൻ ഹാൾ വിട്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം ഈ അച്ഛന്മാര് സമുദായ മെത്രാപ്പോലീത്തെ അംഗീകരിക്കുക, എന്നിട്ട് വാ. സമുദായ മെത്രാപ്പോലീത്തെ അംഗീകരിക്കാത്ത അച്ഛന്മാർ ഇവിടെ ഇരിക്കാൻ പാടില്ല. Go back, go back, go back, go back. സമുദായ മെത്രാപ്പോലീത്തെ അംഗീകരിക്കാത്ത അച്ഛന്മാർ go back. സമുദായ മെത്രാപ്പോലീത്തെ അംഗീകരിക്കാത്ത അച്ഛന്മാർ go back, go back, go back. സമുദായ മെത്രാപ്പോലീത്തെ അംഗീകരിക്കാത്ത അച്ഛന്മാർ go back, go back, go back. ഇവിടെ മാറിയിരിക്കുന്ന മറ്റു വൈദ്യരുടെ അഭിപ്രായം എന്തോന്നറിയണം. ഹലോ, എത്രയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അച്ഛൻ, ഹലോ, എത്രയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അച്ഛൻ, ഞങ്ങളെല്ലാം അസോസിയേഷൻ കൂടാൻ വന്നതാണ്. ഹലോ, ഈ ഹർത്താലും പ്രമാണിച്ച് വളരെ പ്രസിഡന്റ് അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. എത്രയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അച്ഛൻ, ഈ ദൂരത്ത് നിന്ന് ഈ ഹർത്താലും പ്രമാണിച്ച് ഒരുപാട് ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ അസോസിയേഷൻ കൂടുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജ്ഞാനായ സമുദായ ഭരണഘടനയെയും ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തെയും അംഗീകരിക്കാത്ത ഈ വൈദികര്
ഏതെങ്കിലും പള്ളിയിൽ കുർബാന ചൊല്ലുന്നുണ്ടോ? ഇല്ലല്ലോ. ഏത് ജ്ഞാനായ സമുദായത്തിന്റെ ശമ്പളം കൈപ്പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടത് പ്രസിഡന്റ് അച്ഛന്റെ ചുമതലയാണ്. നിങ്ങൾ കേട്ടാട്ടെ. അസോസിയേഷൻ ബഹുമാനപ്പെട്ട അസോസിയേഷൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട അസോസിയേഷൻ ഞങ്ങൾ കേട്ടാട്ടെ. ഈ 3 അച്ഛന്മാരെ വിശുദ്ധ കുർബാന മുടക്കിയവരാണ്. ഇവർ അസോസിയേഷൻ മുടക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ മൂന്ന് വൈദികരും ഏത് ഇടവകയിലെ വികാരിമാരെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഏത് ഇടവകയിലെ വികാരിമാരാണ് ഇവർ 3 പേരും? വികാരിമാരായിരുന്നാൽ മാത്രമേ ഇവർക്ക് അസോസിയേഷനിൽ പങ്കെടുക്കാനുള്ള അനുവാദമുള്ളൂ. ഹലോ, ഏറെ പ്രിയപ്പെട്ടവരെ, നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രസിഡന്റ് അച്ഛനും അസോസിയേഷൻ ഭാരവാഹികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് വലിയ ഹർത്താൽ നടക്കുമ്പോൾ ഈ ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്ര ദൂരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ രാമമംഗലത്ത് നിന്ന് വളരെ നേരത്തെ പോന്നിട്ടാണ് ഇവിടെ എത്തിയത്. പല സ്ഥലത്തും തടസ്സങ്ങളുണ്ടായിട്ടും ഈ ജ്ഞാനായ അസോസിയേഷൻ ഭംഗിയായിട്ട് നടക്കണം, ഈ സമുദായത്തിന്റെ കാര്യങ്ങൾ നന്നായി നടക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അങ്ങനെ ശക്തമായിട്ട് ഈ ജ്ഞാനായ അസോസിയേഷൻ നടക്കാനായിട്ട് ഇവിടെ എത്തുമ്പോൾ ഇതിനു മുമ്പ് ഒരു യോഗത്തിലും വരാത്തതായ ഈ അച്ഛന്മാര്, ജ്ഞാനായ സമുദായ മെത്രാപ്പോലിത്തയോ സമുദായത്തിന്റെ ഭരണഘടനയോ ഇതൊന്നും അംഗീകരിക്കാത്ത അച്ഛന്മാർ, ഇതിനു മുമ്പ് ഒരിക്കലും വരാത്ത അച്ഛന്മാർ ഇന്ന് യോഗം തുടങ്ങി കഴിഞ്ഞപ്പോൾ കടന്നു വന്ന് ഈ അലമുണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഒരു നിശ്ചയവുമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ജ്ഞാനായ സമുദായത്തിന്റെ ജ്ഞാനായ രക്തം സിരകളിൽ ഒഴുകുന്ന ജ്ഞാനായക്കാരായ അസോസിയേഷൻ അംഗങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സമുദായത്തില് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു സമന്വയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 അച്ഛന്മാരുടെ നേതൃത്വത്തില് ഇവിടെ ഒരു സമന്വയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു നല്ല രീതിയിൽ ഈ സമുദായം പോകണമെന്ന് ആഗ്രഹിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമുദായ മെത്രാപ്പോളിത്തയുടെ കൽപ്പന അംഗീകരിക്കുകയോ ഈ സമുദായത്തിന്റെ ഒരു കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യാതെ ഈ സമുദായത്തെ നാണക്കെടുത്തുവാൻ, ഈ സമുദായത്തിന്റെ മുമ്പിൽ ടെന്റ് കെട്ടി ഈ സമുദായത്തെ ആക്ഷേപിച്ച ഈ അച്ഛന്മാർ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ അവസാന നിമിഷം യോഗം നടക്കുമെന്ന് ഉറപ്പായ സമയത്താണ് അവർ കയറി വന്നത്. അതിനു മുമ്പ് അവർ വന്നില്ല. നമ്മൾ കണ്ടു. ഈ യോഗം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇത് അലമ്പാക്കാൻ വന്ന ഈ വൈദികർ ഇതിന് യോഗ്യരല്ല. അവരേതെങ്കിലും പള്ളിയുടെ ചുമതല ഏറ്റെടുത്ത് അസോസിയേഷൻ മെമ്പർ ആവണം. അസോസിയേഷൻ മെമ്പർമാരാണ് ഇവിടെ യോഗത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ വേറെ ബാഹ്യശക്തികളല്ല. ഈ അസോസിയേഷൻ അംഗങ്ങളാണ് ജ്ഞാനായ സമുദായത്തെ നിയന്ത്രിക്കുന്നത്. ആ സമുദായ ജ്ഞാനായ അസോസിയേഷൻ അംഗങ്ങൾ നിയന്ത്രിക്കും. ഈ അച്ഛന്മാര് ഏതെങ്കിലും പള്ളികളുടെ വികാരിമാരായിരിക്കുമ്പോഴാണ് അസോസിയേഷൻ മെമ്പർ ആകുന്നത്. അവര് ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട്, സമുദായ മെത്രാപ്പോലിത്തയുടെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട്, അവർക്ക് ഇഷ്ടം പോലെ നടന്നുകൊണ്ട് ഇവിടെ വന്ന് കയറി നിന്ന് കാര്യങ്ങൾ നടത്താമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. ജ്ഞാനായ സമുദായത്തിലെ ജ്ഞാനായ രക്തമോടുന്ന ഒരു മക്കളും അത് അനുവദിക്കില്ല. അതുകൊണ്ട് ദയവായി ഈ യോഗം ഭംഗിയായിട്ട് നടക്കണം. അയോഗ്യരായ ആളുകൾ അല്ലെങ്കിൽ ഇതിന് യോജിപ്പിച്ച് പോകാൻ പറ്റാത്ത അച്ഛന്മാർ ഇറങ്ങിപ്പോകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ യോഗം എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നടത്തുവാനുള്ള ക്രമീകരണം ചെയ്യണം. ഞങ്ങൾ വെറുതെയല്ല വന്നത്. രാവിലെ 5 മണിക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ്. 3 സ്ഥലത്ത് തടസ്സങ്ങൾ വന്നിട്ടും അവിടെയൊക്കെ ജ്ഞാനായ അസോസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. ഈ അസോസിയേഷൻ ഭംഗിയായിട്ട് നടന്നേ ഞങ്ങൾ പോകൂ. അതിന് യാതൊരു സംശയവും ഇല്ല.